Computer languages is a topic in computer fundamentals and HTML. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് പരിചയപ്പെടാം. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വിച്ച് ആർ സീറോസ് ആൻഡ് വൺസ്. 0 and 1s ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജാണ് ഈ മെഷീൻ ലാംഗ്വേജ്, അതായത് സീറോസ് ആൻഡ് വൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സീറോസും വൺസും ആവാനുള്ള കാരണം എന്താണ്? ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ആണ്. സോ അതിൻ്റെ അകത്ത് ഓൺ ഓർ ഓഫ് സ്റ്റേജ് മാത്രമാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷനാണ്. സോ അത് മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കമ്പ്യൂട്ടർ എന്നല്ല, ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിനും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷൻ മാത്രമാണ്. ഈ സീറോസ് ആൻഡ് വൺസിനെ നമ്മൾ പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജ് എന്നാണ്. സീറോസ് ആൻഡ് വൺസിനെ നമ്മൾ പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജ്. ആൻഡ് മെഷീന് മനസ്സിലാവാൻ പറ്റുന്നത് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. പക്ഷേ ഹ്യൂമന് മനസ്സിലാവുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റീഡബിൾ ഫോമാറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന C and CPP ഒക്കെ എന്തായിരിക്കും? CPP, ജാവ ഒക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതിൻ്റെ ഇടയിലുള്ളൊരു ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ സിംബോളിക് ലാംഗ്വേജ് ആണ്. അത് സം മെമോണിക്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മെമോണിക്സ് മീൻസ് സം സിമ്പിൾസ് ലൈക്ക് ആഡ്, ബി, പുഷ്, എ, ഇങ്ങനെ കുറച്ച് സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. സം മെമോണിക്സ് എന്ന് പറയും, മെമോണിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ലോ ലെവൽ ലാംഗ്വേജ്, ദാറ്റ് മീൻസ് സീറോസ് ആൻഡ് വൺസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നോർമലി കമ്പ്യൂട്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സീറോസ് ആൻഡ് വൺസ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുമല്ല, ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും സീറോസ് ആൻഡ് വൺസിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് മനുഷ്യന് പറ്റുന്ന ലാംഗ്വേജിൽ എഴുതുന്നു ആൻഡ് അതിനെ ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഇടയിൽ ഫോം ചെയ്തൊരു ലാംഗ്വേജ് ആയിരുന്നു അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതും ഏകദേശം ഹ്യൂമൻ റീഡബിൾ ആണ്, എന്നാലും കുറച്ച് സിമ്പിൾസ്, ഈ മെമോണിക്സ് നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ട് വന്നിരുന്നു. സോ ഹൈ ലെവൽ ലാംഗ്വേജിനെ ആണെങ്കിലും ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് കമ്പൈലർ എന്ന് പറയുന്നത്. കമ്പൈലർ, ഓക്കെ. സോ ഇത് ഓർത്ത് വയ്ക്കുക, ഹൈ ലെവൽ ടു ലോ ലെവൽ ഇസ് കമ്പൈലർ. ഇനി സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് എൻ അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിലും എന്ത് ചെയ്യണം? ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അസംബ്ലി ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അസംബ്ലർ. ഓക്കെ. സോ സിംബോളിക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ഒരു മാത്തമാറ്റീഷ്യൻ ഫോർ US നേവിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് ബൈ ഗ്രേസ് ഹോപ്പർ. It uses symbols or mnemonics to represent machine language. സീറോസ് ആൻഡ് വൺസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അസംബ്ലി ലാംഗ്വേജ് ആണ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. അതിന് ശേഷമാണ് ഹൈ ലെവൽ ലാംഗ്വേജ്, കുറച്ചുകൂടെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് അതിന് ശേഷമാണ് ഡെവലപ്പ് ചെയ്തത്. ദെൻ എ പ്രോഗ്രാം കോൾഡ് ആൻ അസംബ്ലർ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് സിംബോളിക് കോഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ദേ ആർ ഓൾസോ നോൺ ആസ് അസംബ്ലി ലാംഗ്വേജ്. സിംബോളിക് ലാംഗ്വേജ് ഈസ് ഓൾസോ നോൺ ആസ് അസംബ്ലി ലാംഗ്വേജ്. സോ ഇത് ഓർത്ത് വയ്ക്കുക. ലോ ലെവൽ ലാംഗ്വേജ്, അതായത് സീറോസ് ആൻഡ് വൺസ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഹ്യൂമൻ മനസ്സിലാവുന്നതാണ്. ആൻഡ് ആദ്യം തന്നെ ഉണ്ടായത് ഹൈ ലെവൽ ലാംഗ്വേജ് അല്ല, ലോ ലെവൽ ലാംഗ്വേജ് കഴിഞ്ഞ് നെക്സ്റ്റ് അസംബ്ലി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അസംബ്ലി ലാംഗ്വേജിനെ ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അസംബ്ലർ ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്യാൻ, ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കമ്പൈലർ ആണ്. ഓക്കെ, so this is just an example for assembly language. ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതിയതാണ്. എനിവേ ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. നെക്സ്റ്റ് കംസ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു.
പ്രോഗ്രാം, അതായത് നമുക്ക് സീറോസ് ആൻഡ് വൺസിൽ പ്രോഗ്രാം എഴുതാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്ഡ് ടു ഇംപ്രൂവ് പ്രോഗ്രാം എഫിഷ്യൻസി ഫ്രം സിംബോളിക് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ടു ചേഞ്ച് ഫോക്കസ് ഫ്രം ദ കമ്പ്യൂട്ടർ ടു ദി പ്രോബ്ലം ബീയിങ് സോൾവ്ഡ്. ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത ദി ആർ പോർട്ടബിൾ ആണ്. പോർട്ടബിൾ മീൻസ് ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ എഴുതിയ C കോഡ് എനിക്ക് എന്ത് ചെയ്യാം, വേറൊരു കമ്പ്യൂട്ടറിലേക്ക് പോർട്ട് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഒരു ജാവ കോഡ്, ഒരു സ്ഥലത്ത് എഴുതിയ ജാവ കോഡ് വേറൊരു കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പോർട്ടബിൾ ആണ്. പോർട്ടബിൾ മീൻസ് ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദേ സ്റ്റിൽ നീഡ് ടു ബി കൺവേർട്ടഡ് ടു മെഷീൻ ലാംഗ്വേജസ് ഇൻ എ പ്രോസസ് കോൾഡ് കമ്പൈലേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവലിലേക്ക് മാറ്റുന്ന ആളാരാണ്? മാറ്റുന്ന പ്രോഗ്രാമാണ് അസംബ്ലർ എന്ന് പറയുന്നത്. ഹൈ ലെവൽ ടു ലോ ലെവൽ കമ്പൈലർ is used to convert high level language to low level language. And here some examples are given for high level languages: basic, COBOL, Pascal, Ada, C, CPP, Java, Python, PHP and so on. ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. സോ ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. നെക്സ്റ്റ് കംസ് നാച്ചുറൽ ലാംഗ്വേജസ്. നാച്ചുറൽ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ്. പീപ്പിൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷ്, സ്പാനിഷ്, ജർമ്മൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച്, മലയാളം. ഓക്കെ, സോ ഇപ്പോൾ ഒരു റീസെൻറ്റ് റിസർച്ച് ഏരിയയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിനെ ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ബ്രോഡ് റിസർച്ച് ഏരിയ തന്നെയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ആദ്യം മലയാളത്തിൽ നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് റിയൽ മലയാളമായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് പെർഫെക്റ്റ് മലയാളം, അതായത് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മംഗ്ലീഷ് എന്ന ആപ്ലിക്കേഷനൊക്കെ കറക്റ്റ് മലയാളമാണിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതൊക്കെ NLPൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് നമുക്ക് കറക്റ്റ് ലാംഗ്വേജ് മീൻസ് അത്രയും ഇമ്പ്രൂവ്ഡ് ആയതുകൊണ്ടാണ് അത് കറക്റ്റ് നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കംസ് ബിൽഡിങ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? പ്രോഗ്രാം ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ ആ പ്രോഗ്രാം എഴുതാൻ ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ സപ്പോസ് C എന്ന പ്രോഗ്രാം എഴുതാൻ ആവശ്യമായിട്ടുള്ള ഒരു എഡിറ്റർ ഉണ്ടായിരിക്കും, C എഡിറ്റർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ജാവ എഴുതാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പൈത്തണിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു എഡിറ്റർ ഞാൻ ഓപ്പൺ ചെയ്യാം, അതിനകത്ത് പ്രോഗ്രാം എഴുതാം. പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം സിംപ്ലി വെറുതെ എഴുതുകയാണ്. A+B എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എഴുതി. ഈ പ്രോഗ്രാം ഇപ്പോൾ എനിക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലാണ്. ഇതിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതിന് ആര് യൂസ് ചെയ്യും? കമ്പൈലർ യൂസ് ചെയ്യും. കമ്പൈലർ. ഓക്കെ, സോ റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എ പ്രോഗ്രാം യൂസിങ് എ ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, ഒന്നുകിൽ ഒരു ഡെസിഗ്നേറ്റഡ് ഉണ്ടായിരിക്കും. ആ ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് കോഡ് എഴുതാം. അത് കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യുന്നത് പ്രീ പ്രോസസ്സിംഗ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. പ്രീ പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ നമുക്ക് C പ്രോഗ്രാമിൻ്റെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ലിങ്കിങ്, സം അഡീഷണൽ സബ് റൂട്ടീൻസ് നമ്മൾ കൊണ്ടുവരികയാണ്. ഈ ഒരു സംഭവം നമ്മൾ C പ്രോഗ്രാമിങ്ങിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ആ ഒരു ഫേസിന് ശേഷം നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് കമാൻഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കാം. എനിവേ നമ്മൾ നെക്സ്റ്റ് സെമസ്റ്ററിൽ തന്നെ C പ്രോഗ്രാമിംഗ് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓരോ സെമസ്റ്ററുകളിലായിട്ട് ജാവ, പൈത്തൺ ഇതൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്, PHP ഒക്കെ. ഓക്കെ, നമ്മളിവിടെ ലാംഗ്വേജിനെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. സോ ദിസ് ഇസ് കാറ്റഗറി. ഫസ്റ്റ് വൺ പ്രൊസീജിയറൽ ലാംഗ്വേജ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്, ഫങ്ഷണൽ ലാംഗ്വേജ്, ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് ലാംഗ്വേജ്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം.
സോ പ്രൊസീജിയറൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് instructions that are executed one by one from beginning to end unless an instruction forces the control elsewhere. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലെ ഇൻസ്ട്രക്ഷൻ ആദ്യം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ സെക്കൻഡ്, ദെൻ തേർഡ്, ദെൻ ഫോർത്ത്, ദെൻ 5 ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെയാണ് ലാംഗ്വേജിനെയാണ് പ്രൊസീജിയറൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ 5ന്ന് 10ലേക്ക് ജമ്പ് ചെയ്യാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? 6ഉം 7ഉം 8ഒന്നും എക്സിക്യൂട്ട് ചെയ്യാണ്ട് 10ലേക്ക് വരും. ഓക്കെ, ഈച്ച് ഇൻസ്ട്രക്ഷൻ either manipulates data item or is a control instruction. എക്സാമ്പിൾസ് ആണ് പ്രൊസീജിയറൽ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പ്രൊസീജിയറൽ ലാംഗ്വേജിന് എക്സാമ്പിൾസ് ആണ് നോക്കേണ്ടത്. ഫോർട്രാൻ, കൊബോൾ, പാസ്കൽ, സി, അഡ. ഇനി ഓരോ ലാംഗ്വേജും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഫോർട്രാൻ്റെ കംപ്ലീറ്റ് ഫുൾ ഫോം വരുന്നത് ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ്. ഡിസൈൻ ചെയ്തത് ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഹൈ പ്രിസിഷൻ അരിത്മെറ്റിക്, കോമ്പാറ്റബിലിറ്റി ഓഫ് ഹാൻഡ്ലിംഗ് കോംപ്ലെക്സ് നമ്പേഴ്സ്, എക്സ്പൊണൻഷിയേഷൻ കമ്പ്യൂട്ടേഷൻ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് കംസ് കോബോളിൻ്റെ ഫുൾ ഫോമും ശ്രദ്ധിക്കുക. കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്ത് US നേവി കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഡിസൈൻ ടു ബി യൂസ്ഡ് ആസ് എ ബിസിനസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഫാസ്റ്റ് ആക്സസ്. അതായത് തൊട്ട് മുമ്പത്തെ വേർഷനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. ഫോർട്രാൻ്റെ അഡ്വാൻസ്ഡ് ആയിരിക്കും കോബോൾ എന്ന് പറയുന്നത്. ആൻഡ് ഓരോ ടൈമും ഇങ്ങനെ അഡ്വാൻസ്ഡ് വേർഷൻസ് വരും. ഓക്കെ, ഇതിപ്പോൾ എന്താണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും ആദ്യം അതിൻ്റെ ബേസ് വേർഷൻ വരും, പിന്നെ അഡ്വാൻസ്ഡ് ഐറ്റംസ് വരും. സോ നെക്സ്റ്റ് കംസ് വാട്ട്? പാസ്കൽ. Again you have to read these notes. And next comes what? C and Ada. C language developed by Dennis Ritchie. C നമ്മളൊന്നുകൂടെ പേപ്പറായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. എനിവേ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ലാബിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. സി ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ ഡെന്നിസ് റിച്ചി അറ്റ് ബെൽ ലബോറട്ടറീസ്. ഒറിജിനലി ഡിസൈൻഡ് ഫോർ റൈറ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്തത് സി ആണ്. പിന്നെ ലേറ്റർ ബിക്കം പോപ്പുലർ എമംഗ് പ്രോഗ്രാമേഴ്സ്. ആൻഡ് അഡ വാസ് നെയ്മഡ് ആഫ്റ്റർ അഗസ്റ്റ അഡ, ദ ഡോട്ടർ ഓഫ്. ഓക്കെ, ഇവരാണ് അഡ എന്ന് പറയുന്നത്. ഷീസ് എ ലേഡി അഡ. ഇവരുടെ ഡയറിയിലുള്ള ഒരുപാട് പ്രോഗ്രാംസ് ആണ്, ഒരുപാട് ഐഡിയാസ് ആണ് പിന്നീട് പ്രോഗ്രാമായി മാറിയത്. ആൻഡ് നെക്സ്റ്റ് കംസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളതിനൊക്കെ കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതും നമ്മൾ ജാവ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കുറച്ചുകൂടെ സെക്യൂർഡ് ആണെന്ന് പറയാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ്. അതായത് ഇപ്പോൾ ബാങ്കിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെങ്കിൽ ജാവ പോലുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക. കാരണം അതിന് കുറച്ചുകൂടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അത് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണെന്നാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ബാക്കി കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ജാവ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യും. എനിവേ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആർ CPP, ജാവ, പൈത്തൺ, PHP ആൻഡ് സോ ഓൺ. ഓക്കെ, നെക്സ്റ്റ് CPP ഓൾസോ നിങ്ങളെ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. യു പ്ലീസ് റീഡ് ദിസ്. Bajane Strousup, again at Bell Lab, uses classes again. This is a object oriented concept എന്ന് പറയുന്നു. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിൻ്റെ മെയിൻ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. വിൽ ഡിസ്കസ് ഇറ്റ് ഫർദർ. ആൻഡ് സം മോർ ഫീച്ചേഴ്സ് ആർ ഫോർ ദം ലൈക്ക് മൾട്ടി ത്രെഡിങ്, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, ഇതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ജാവയ്ക്കും സെയിം ഫീച്ചേഴ്സ് ഉണ്ട്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ജാവ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് ഫങ്ഷണൽ ലാംഗ്വേജ്. ഹിയർ എ പ്രോഗ്രാം ഈസ് കൺസിഡർഡ് ആസ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻ.
മീൻസ് നമ്മളെ ഫങ്ഷൻ്റെ അകത്തേക്ക് ഫങ്ഷൻ ആക്ട് ആസ് ബ്ലാക്ക് ബോക്സ് മീൻസ് നമ്മൾ ഈ ഫങ്ഷൻ്റെ അകത്തുള്ള കോഡ് എഴുതിയിട്ടുണ്ടായിരിക്കും, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു ആൻഡ് ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കുന്നു. ദാറ്റ് മീൻസ് ഫങ്ഷൻ ഈസ് ആക്ട് ആസ് എ ബ്ലാക്ക് ബോക്സ്. നമുക്കതിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് അവൈലബിൾ അല്ല. സം മോർ എക്സാമ്പിൾസ് ആർ ഗിവൻ ഹിയർ. Lisp and Scheme. Next comes declarative language. Declarative language an example ആണ് prologue എന്ന് പറയുന്നത്. Prologue uses the principle of logical reasoning to answer queries. This is the basic idea behind prologue. And predicate calculus അതായത് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. predicate calculus ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതിനകത്ത്. Next some special language comes. HTML, Perl, SQL എന്ന് പറയുന്നതൊക്കെ സ്പെഷ്യൽ ലാംഗ്വേജസ് ആണ്. HTML നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. നമുക്കൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പേൾ എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിപ്പോർട്ട് ലാംഗ്വേജ് ആണ്. സീൻ്റെ അതേ സിൻടാക്സ് ഉള്ളൊരു ലാംഗ്വേജ് ആണ്. ആൻഡ് ഇറ്റ്സ് പവർ is in its well-designed use of regular expression that allow the programmer to pass a string of characters into components and extract the needed information. നിങ്ങൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് വറീഡ് ആവണ്ട. റെഗുലർ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, അതിനകത്ത് പഠിക്കും. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ TOCൻ്റെ അകത്ത്. സോ അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. റെഗുലർ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കമ്പൈലർ ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംതിങ് ആണ്. സോ അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. എനിവേ ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു പോവുകയാണ്. നെക്സ്റ്റ് SQL എന്ന് പറയുമ്പോൾ ഡേറ്റാ ബേസിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാൽക്കുലേറ്ററിനകത്ത് 2 നമ്പേഴ്സ് 1ഉം 2ഉം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂ എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല. സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഒരു ഡേറ്റാ ബേസ് വേണ്ടി വരും. ഡേറ്റാ ബേസ് ഈസ് ഓൾസോ അനദർ പേപ്പർ ഇൻ യുവർ 3rd സെമസ്റ്റർ. അവിടെയും നമ്മൾ SQL ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. MySQL ആയിരിക്കും, PostgreSQL ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡേറ്റാബേസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്വറി ലാംഗ്വേജ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. Then overview, we have discussed these much things: types of languages, machine language, assembly language, high level language and natural language. And എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുന്നത്? ഒരു എഡിറ്ററിൻ്റെ അകത്ത് എഴുതുന്നു, കമ്പൈൽ ചെയ്യുന്നു, വേണ്ട ഫങ്ഷൻസ് ലിങ്ക് ചെയ്യുന്നു. ആൻഡ് കാറ്റഗറി ഓഫ് ലാംഗ്വേജസ് നമ്മൾ പറഞ്ഞത് പ്രൊസീജറൽ, ഫോർ എക്സാമ്പിൾ ഫോർട്രാൻ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, CPP, ജാവ, ഫങ്ഷണൽ, Lisp, declarative, prologue, special, HTML, Perl and etc. So this much about computer languages.